വാ. നിക്ക്. നീ ധനുഷിനെ വിളിച്ച് അകത്തേക്ക് വാ. അകത്തേക്ക് വാ. ഇങ്ങോട്ടാ. നീ ഒറ്റയ്ക്കാണെങ്കിൽ മാത്രം അകത്തേക്ക് പോവാം. ഇവനെയും കൊണ്ട് ഇതിനകത്തേക്ക് വലിഞ്ഞു കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. നന്ദ, കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാനാ ഇവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞത്. അത് ഇവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, അല്ലാതെ ഇവരുടെ ബന്ധം അംഗീകരിച്ചതുകൊണ്ടല്ലോ. നീയുമായിട്ടുള്ള സകല ബന്ധങ്ങൾ അറുത്തുമുറിച്ച് മാറ്റിയിട്ടാ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അച്ഛൻ നിന്നോട് ക്ഷമിക്കുമായിരിക്കും, അതിന് ഞങ്ങളെ കിട്ടില്ല. സച്ചി, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു. ഇനി അവള് പറയുന്നത് പോലെ അത് നല്ലതിനായാലും ദോഷത്തിനായാലും അത് അവള് തന്നെ അനുഭവിക്കട്ടെ. അവളുടെ ജീവിതമല്ലേ, അതിൽ മറ്റാർക്കും അവകാശമില്ല. ഞങ്ങൾക്ക് ഒരവകാശം വേണ്ട എടുത്തി. ഇനി ആരും ഇവളുടെ ഒരു കാര്യത്തിലും തലയിടാൻ പോകുന്നില്ല. അതുപോലെ ഇവളിനി ഞങ്ങൾക്കിടയിലേക്ക് വരരുത്. പ്രത്യേകിച്ചതാ ഇവനെയും കൊണ്ട്. അവൾ എവിടെയെന്ന് വെച്ചാൽ പോയി ജീവിക്കട്ടെ, പക്ഷേ അതിവിടെ ഈ വീട്ടിൽ പറ്റില്ല. അല്ലെങ്കിൽ ഞാനും ധനുഷ് ഇവിടെ കയറി താമസിക്കാൻ വന്നതാണെന്ന് സന്ദീപിനോട് ആരാ പറഞ്ഞേ? നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അവകാശമുള്ള ആളാ അച്ഛൻ. അതില്ലാന്ന് പറയില്ലല്ലോ. അച്ഛനെ കണ്ട അനുഗ്രഹം വാങ്ങാനാ ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. അച്ഛൻ്റെ മുന്നിൽ കിടന്ന് ഇനിയും വഴക്കൂടെ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, അച്ഛൻ്റെ അനുഗ്രഹം മാത്രം മതി. എനിക്കറിയാം അച്ഛൻ എന്നെ കുറ്റപ്പെടുത്താനാവില്ലെന്ന്. മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു എന്നെ. ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് മതി അച്ഛ. ധനുഷ്, വാ, നമുക്ക് പോവാം. കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. എന്ത് പറ്റി?
സാറിന് വേറെ കുഴപ്പമൊന്നുമില്ല. BP ലോ ആയതാ. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പോവാം. താങ്ക്സ് ഡോക്ടർ. ഡോക്ടർ, ആ എൻ്റെ മക്കളൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. അവരോടുകൂടി പറയണം എനിക്കൊരു കുഴപ്പമില്ലെന്ന്. അവരൊക്കെ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞേക്കാം. ഒരു ഉപകാരം കൂടി ചെയ്യണം. പുറത്ത് അർച്ചന എന്നൊരു കുട്ടിയുണ്ട്. അവളോടൊന്ന് സംസാരിക്കാൻ അനുവദിക്കണം. സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സാർ. കൂടുതൽ സ്ട്രെയിഞ്ച് ആയിരുന്നാൽ മതി. ശരി ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല. സേതു സാർ ഇപ്പോൾ ഓക്കെയാ. കുറച്ചു നേരത്തെ റെസ്റ്റിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്ത് പറ്റിയതായിരുന്നു ഡോക്ടർ? BP ലോ ആയതാ. എന്നാ ശരി. അല്ല, നിങ്ങളിൽ ആരാ അർച്ചന? ഞാനാ ഡോക്ടർ. സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. സംസാരിക്കുമ്പോൾ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് പറയരുത്. ശരി ഡോക്ടർ. ശരി. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. ഞാൻ മോളെ കാണണമെന്ന് പറഞ്ഞത് ഒരു കാര്യം പറയാനാ. പറയാനല്ല, അപേക്ഷിക്കാനാ എന്ന് പറയുന്നതാ ശരി. എന്താ? ഞാനത് പറയുമ്പോ മോളത് പറ്റില്ലെന്ന് പറയരുത്. അതാ ഞാൻ അപേക്ഷയെന്ന് പറഞ്ഞത്. അച്ഛൻ എന്തായാലും പറഞ്ഞോളൂ. ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളത് എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് മാത്ര. കുറെ കാലം നന്ദന്റെ കാര്യം ഓർത്തായിരുന്നു. ഇപ്പതേ സ്നേഹ. നന്ദന്റെ തിരിച്ചുവരവിന് മോളാ കാരണമായത്. ഇപ്പൊ അതുപോലെ എൻ്റെ സ്നേഹമോളെ എനിക്ക് തിരിച്ചു വേണം. മോള് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഞാനിത് നന്ദനോടോ സച്ചിയോടോ സന്ദീപിനോടോ പറഞ്ഞ അവര് സമ്മതിച്ചു എന്ന് വരില്ല. അതാ ഞാൻ മോളോട് പറയുന്നത്. അച്ഛാ, ഞാൻ എങ്ങനെയാ? ധനുഷിനെ കുറിച്ച് എല്ലാം അച്ഛൻ അറിയാവുന്നല്ലേ? അവന്റെ കൂടെ അവളെ ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചതിന്റെ ദേഷ്യത്തിലാ ഇവിടെ എല്ലാവരും. അച്ഛന് ഇങ്ങനൊരവസ്ഥ വന്നതോടുകൂടി ദേഷ്യം ഇപ്പൊ ഇരട്ടിയായി കാണും. ദേഷ്യത്തെക്കാളും തകർന്നു പോയെന്ന് പറയുന്നതാവും ശരി. അവരോട് ഞാൻ എങ്ങനെ ഈ കാര്യം പറയുന്നത്? അവരുടെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും അതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ അവളോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? അമ്മയില്ലാതെ ഞാൻ വളർത്തിയതാ അവളെ. അത്ര വേഗം എനിക്ക് അവളെ തള്ളിക്കളയാൻ പറ്റൂ? ഈ മരണക്കിടക്കയിൽ ഞാൻ അവളോട് വാശി കാണിച്ചാൽ ചിലപ്പോ ഇനി ഒരിക്കലും അവളെ കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മോൾ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. തൽക്കാലം അവരോടൊന്നും മോളിത് പറയണ്ട. ഞാൻ തന്നെ പിന്നീട് അത് പറഞ്ഞോളാം. മോള് അച്ഛനെ സഹായിക്കില്ലേ? ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് വരുമ്പോ സ്നേഹ അവിടെ ഉണ്ടാവണം. ഇനി അധിക കാലമൊന്നും അച്ഛനുണ്ടാവില്ല എന്നതിന്റെ സൂചനകളാ ഇതൊക്കെ.
അച്ഛന് വേണ്ടി മോളിത് ചെയ്യണം. പ്ലീസ്. അച്ഛൻ വിഷമിക്കാതിരിക്കുക. അച്ഛൻ നെല്ലിശ്ശേരിയിലേക്ക് വരുമ്പോൾ സ്നേഹ അവിടെ ഉണ്ടാവും. ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാം അവരെ. മോളോട് സ്നേഹയ്ക്ക് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് അവന്തികയെ കൂടി കൂട്ടിക്കൊണ്ടുപോ. അവന്തിക പറഞ്ഞ സ്നേഹ അനുസരിക്കും. പാലും പഴവും ഒക്കെ തരുന്നതാണ് ശരിക്കും ചടങ്ങ്. നിലവിളക്ക് തന്ന അകത്തേക്ക് കയറ്റാനും മറ്റു ചടങ്ങുകളൊക്കെ ചെയ്യാനും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് രണ്ടാളും തൽക്കാലം ദേ ഈ ചായ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ചായയോടെ ആവട്ടെ നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. സ്നേഹയ്ക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ? തൽക്കാലത്തേക്കാണെങ്കിലും ഭാഗ്യത്തിനാ ഇങ്ങനൊരു വീട് ഒത്തുകിട്ടിയത്. ആ, നിങ്ങളിവിടെ ഇരിക്കെ, ഞാൻ നോക്കാം. ചിലപ്പോ സ്നേഹയുടെ വീട്ടിൽ നിന്നാവും. എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ പുറത്തേക്ക് വരണ്ട. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. മൂർത്തി, ഞാൻ നോക്കാം. ആരാ അകത്തേക്ക് വിളിക്കുന്നില്ലേ? ഇപ്പോ എന്റെയും കൂടി അടുത്തിമാരാണല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചാ പോരെ? രണ്ട് അടുത്തിമാരും അകത്തേക്ക് വാ. ആ, ഇരിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല, താല്പര്യവുമില്ല. ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാം. അല്ല, രണ്ടുപേർക്കും ഈ ചായ എടുത്ത് കുടിക്കാം. ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇനിയിപ്പോ നിങ്ങൾ കുടിക്കേ. ഇയാളേതാ? അല്ല, ഞാൻ ധനുഷിന്റെ. ആരായാലും ഒന്ന് പോവാവോ? ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ശേഷം അച്ഛന് വയ്യാണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൽക്കാലം പ്രശ്നമൊന്നുമില്ല. എങ്കിലും അവിടെ വെച്ച് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അച്ഛൻ വീട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവണമെന്ന്. ഉണ്ടാവുന്ന വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വാക്ക് പാലിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വാക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് പക്ഷെ അച്ഛനായിരിക്കില്ല, എൻ്റെ ഏട്ടന്മാർക്കായിരിക്കും. അച്ഛൻ്റെ പേരും പറഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിക്കണം.
പ്രത്യേകിച്ച് ധനുഷിനെ, എന്നിട്ട് അപകടപ്പെടുത്തണം. അതല്ലേ നിങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം? നീ നിന്റെ ഏട്ടന്മാരെ മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കും. എന്റെ ഭർത്താവ് ഉൾപ്പെടുന്ന അവിടുത്തെ ആണുങ്ങൾ ആരെയും വിളിച്ചു വരുത്തി ചതിക്കില്ല. ആ ബോധ്യം നിന്നേക്കാൾ നന്നായിട്ട് എനിക്കുണ്ട്. മോളെ, നീ ധനുഷിനെ സ്നേഹിച്ചു, എല്ലാവരെയും എതിർത്തു. പക്ഷേ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്തു. നീ ധനുഷിനെ വിവാഹം കഴിച്ചതോടെ ധനുഷ് നെല്ലിശ്ശേരിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞു. അതിനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സേതുമാധവൻ എന്ന നമ്മുടെ അച്ഛന്റെ മരുമകൻ തന്നെയാ ധനുഷും. അത് അംഗീകരിച്ചതുകൊണ്ടാ വിളിച്ചോണ്ട് ചെല്ലാൻ ആവശ്യപ്പെട്ടത്. അതൊന്നും ആവില്ല ഏട്ടത്തി. ഇതുപോലൊരു വാടക വീട്ടില് ഞാൻ താമസിക്കുന്നതിന്റെ കുറച്ചിലായിരിക്കും എല്ലാവർക്കും. എന്നാലേ എനിക്ക് ആ കുറച്ചിലില്ല. ധനുഷിന്റെ ഒപ്പം എവിടെ താമസിക്കാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എല്ലാവരോടും പോയി പറഞ്ഞേക്ക്, ഞങ്ങളിനി അങ്ങോട്ട് വരുന്നില്ലാന്ന്. സ്നേഹേ, നീ ചതിച്ചോന്നറിഞ്ഞിട്ടും അവിടേക്ക് വന്നപ്പോ നിന്നോടെല്ലാം ക്ഷമിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ച ആളാ ആശുപത്രിയിൽ വയ്യാതെ കിടക്കുന്നത്. അതും നീ കാരണം. ഇനി നീ വരുന്നില്ല എന്ന് ഞാൻ ചെന്ന് പറയുമ്പോൾ അച്ഛൻ വീണ്ടും വിഷമിക്കുള്ളൂ. ഇനിയും അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ. നിങ്ങൾ പൊക്കോ, ആദ്യം ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ. വന്നപ്പോ ഇറക്കി വിട്ടല്ലേ, ഇനി ആലോചിച്ചിട്ടേ വരുന്നുള്ളൂ. സ്നേഹ, നിന്നെപ്പോലെ തന്നെ ദേഷ്യവും അമർഷവും എനിക്കുമുണ്ട്. പക്ഷേ അത് കാണിക്കേണ്ട സമയം ഇതല്ല. പിന്നെ നമുക്ക് ദേഷ്യമുള്ളവരല്ലല്ലോ ഇപ്പം നമ്മളെ വിളിക്കുന്നത്. അച്ഛനല്ലേ. ആ വലിയ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരിക്കലും നമ്മുടെ ജീവിതം രക്ഷപ്പെടില്ല. ഈ അവസ്ഥയിൽ നമ്മൾ വാശി പിടിക്കുന്നത് നല്ലതല്ല. നമുക്ക് പോണം. അച്ഛനെ കാണണം. അത് അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. ധനുഷ്, അത് സ്നേഹം ഒന്നും പറയണ്ട. ആദ്യം അവിടെ പോയി അദ്ദേഹത്തെ കാണാം. ബാക്കിയൊക്കെ പിന്നീടല്ലേ. നിന്റെ ഏട്ടന്മാര് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, നമ്മൾ ഇന്ന് തന്നെ വീണ്ടും വീണ്ടും അവിടേക്ക് പോകും. നിങ്ങൾ പുറത്തേക്ക് നിൽക്കുക, ഞങ്ങളിപ്പോൾ വന്നേക്കാം. അച്ഛന് മാത്രമല്ല, ഈ ഏട്ടത്തിക്കും നിങ്ങൾ അവിടെ താമസിക്കുന്ന തന്നെയാ ഇഷ്ടം. എൻ്റെ കൺമുന്നിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. സ്വത്തിന് വേണ്ടിയുള്ള മത്സരം നടക്കുകയല്ലേ. ആ മത്സരത്തിൽ ഞാൻ ജയിക്കണമെങ്കിൽ നിങ്ങളവിടെ വേണം. എപ്പോഴും ഞാൻ കൂടെ തന്നെ കാണും. അതെൻ്റെ മാത്രം ആവശ്യമാണ്. നിങ്ങൾ അറിഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യമല്ലേ, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. അർച്ചന, ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ആരോടും പറയാതെ എങ്ങോട്ടാ പോയത്?
താൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണോ? ഇവർ ഈ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമെന്ന് തനിക്ക് അറിഞ്ഞൂടെ? താൻ എന്തിനാ ഇത് ചെയ്തേ? സുചേട്ടാ, അത് നിന്നോട് നന്ദേട്ടാ, ഞാൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇവർക്കൊരു കുഴപ്പമില്ലെന്ന് വാക്ക് കൊടുത്തിട്ട്. അർച്ചന വാക്ക് കൊടുത്താലും ഇല്ലെങ്കിലും ഇവിടേക്ക് വന്നാൽ കുഴപ്പമുണ്ടാവുമെന്ന് ഇവനറിയാലോ. ഇവനോട് പറഞ്ഞല്ലേ ഇനി ഇവിടേക്ക് വരില്ലെന്ന്.